ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തണുത്ത് കുറച്ച് മിണ്ടാതെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഊട്ടി യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ഒരുപാട് നേരം നോക്കി തണുപ്പത്തൊക്കെ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് റൂം കിട്ടിയത്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. റൂമെല്ലാം എടുത്ത് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് രാത്രി 9:30 ആയിട്ടോ റൂമിലോട്ട് തിരിച്ചെത്തിക്കാൻ. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് 8 മണി. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങേണ്ടിയായിരുന്നു, എന്നാലാണ് രാവിലത്തെ മഞ്ഞൊക്കെ കാണാൻ പറ്റുള്ളൂ. രാത്രിയിൽ എന്തോ മൈനസ് ഒക്കെ ആയിരുന്നു കേട്ടോ കാലാവസ്ഥ. അപ്പോൾ ഞങ്ങൾ രാവിലെ അത്രയ്ക്ക് മഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചാണ് പുറത്തിറങ്ങി. പക്ഷെ രാവിലെ ഇറങ്ങിയപ്പോൾ അത്രയ്ക്ക് മഞ്ഞുണ്ടായി. നമ്മൾ ഈ ബിവേർലി വില്ല എന്ന് പറഞ്ഞ ഹോട്ടലാണ് താമസിച്ചത്. ഇനി ആരെങ്കിലും ഒക്കെ ഊട്ടിക്ക് പോകുമ്പോൾ ചെക്ക് ചെയ്തോട്ടോ, നല്ലൊരു ഹോട്ടലാണ്. കറക്റ്റായിട്ട് ഏതൊക്കെ സ്ഥലം പോകണം എന്നുള്ളൊരു ഐഡിയയോടെ പോകണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ട്. ഞങ്ങളായി തന്നെ പോയത് റീൽസിലൊക്കെ ഇപ്പോൾ ഫേമസ് ആയിട്ട് കാണുന്ന തലൈക്കുണ്ടാന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ, അവിടെയാണല്ലോ മഞ്ഞുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഒരു 8:30 hour ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഐസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മഞ്ഞ് വീഴുന്നതല്ല, ഫ്രോസൺ ആവുന്നതാണ്. അത് നേരിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു അവിടെ ചെന്നപ്പോൾ. തലൈക്കൊണ്ടേക്കൊക്കെ പോകണവർ കുറച്ചൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 7 മണിക്കുള്ളിൽ അവിടെ എത്തുവാണെങ്കിൽ മഞ്ഞ്. തലൈക്കൊണ്ടയിലുള്ള പോലെ തണുപ്പ് കുറച്ചിങ്ങനെ നീങ്ങും തോറും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ചൂടായിട്ട് വരോട്ട് വെയിലാവും തോറും. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ടൂറിസ്റ്റ് പ്ലേസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഗൂഗിളിൽ കാണിച്ചത് റോസ് ഗാർഡൻ ആണ്. വെറുതെ പോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ റോസ് ഗാർഡന്റെ സീസണേ അല്ല. അഡൾട്ട്സിന് 70 രൂപയും കുട്ടികൾക്ക് 40 രൂപയും, പിന്നെ വണ്ടിയുടെ പാർക്കിംഗ് ഫീസ് കാറിനാണെങ്കിൽ 100 രൂപയും കൊടുക്കണം. ഇത്രയൊക്കെ പൈസ അടിച്ചിട്ട് അവിടെ കയറി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നുമില്ല. സീസൺ ടൈം ആകുമ്പോൾ നിറയെ റോസൊക്കെ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റോസ് ഗാർഡനിൽ പോവാതെ നേരെ ഈ ദോഡാബേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയായിരുന്നു കേട്ടോ. അതാണ് ഹയസ്റ്റ് പീക്ക് നീലഗിരിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ചെല്ലുവാണെങ്കിൽ നല്ല വ്യൂ ആണ്. ശരിക്കും നമ്മൾ ആകാശത്തിൻ്റെ ഒപ്പം എത്തിയ പോലെ തോന്നും, അത്രയ്ക്ക് നല്ല വ്യൂ ആണ്. നമ്മളിപ്പോൾ ചെന്നപ്പോൾ കുറച്ചും കൂടെ സൂര്യനൊക്കെ വന്നതുകൊണ്ട് ആ വ്യൂ അത്ര ഫോണിൽ കിട്ടിയിട്ടുമില്ല. അത് നേരിട്ട് ചെന്ന് കാണാണ്ട് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ദോഡാബേട്ട എന്ന് പറഞ്ഞത്. തലയെക്കൊണ്ട് കണ്ടിട്ട് നേരിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ നോക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് കറക്റ്റ് വ്യൂ കാണാൻ പറ്റുള്ളൂ. അതുമല്ല സമയം വൈകും തോറും പാർക്കിംഗ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുതായിട്ട് ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എത്ര രൂപ? തോടാപ്പേട്ട പീക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ താഴെയായിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറികളും ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ പോയത് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ ടീ ഫാക്ടറിയിലും ചോക്ലേറ്റ് ഫാക്ടറിയിലും കേട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ടീയും ചോക്ലേറ്റും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം, വാങ്ങിക്കുകയും ചെയ്യാം. വാങ്ങിക്കുന്നുള്ളവർക്ക് പിന്നെ അത്യാവശ്യം ചെറിയൊരു പർച്ചേസിങ്ങിനുള്ള ഏരിയ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഷോപ്പിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് വാങ്ങിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേർക്കുള്ള മാല, വള, ക്ലിപ്പ്, ചെയിന് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, സ്ഥലങ്ങൾ കണ്ടാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്കാണ് ഈ പൈൻ ഫോറസ്റ്റും പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനും പിന്നെ ഏതോ ഡാമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനേ സ്ഥലം ഉണ്ടായി. അവിടെ ഞങ്ങൾ നേരെ പോയത് പൈക്കര വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ വെള്ളം ഉണ്ടാവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെ ആൾക്കാരോട് ചോദിച്ചാൽ വെള്ളമൊക്കെ ഉണ്ട്, അടിപൊളിയാണെന്ന്. വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാൻ കേട്ടോ. അവിടെ നമുക്ക് ഈ കാർ സർവീസ് ഉണ്ട്, അതിന് പോകുന്നുള്ളവർക്ക് അതിന് പോകാം, അല്ലാത്തവർക്ക് നടന്നു. ഒത്തിരി ഒന്നുമില്ല, ഒരു 300 മീറ്റർ നടന്നു. അമ്പലപേട്ടയിലെ എൻട്രി ഫീസ് 10 രൂപയായിരുന്നു കേട്ടോ. ഇവിടെ കയറുന്നതിന് വലിയവർക്ക് 40, കുട്ടികൾക്ക് 20 രൂപ, അങ്ങനെ 120 രൂപയാണ് ഞങ്ങൾക്ക് ആകെ ഫീസ്. കാറിന് പോകണമെങ്കിൽ 100 രൂപ വേറെ കൊടുക്കണം കേട്ടോ. കാറിന് പോകുന്നവർക്ക് അത്ര 300 മീറ്റർ നടക്കണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവിടെ എത്തിയിട്ട് താഴത്തേട്ട് പിന്നെയും നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തണം. ആരെയും വാട്ടർഫോളിലേക്ക് ഇറക്കിയൊന്നും വിടൂല, പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, നല്ല രസമാണ്, നല്ലൊരു ക്ലൈമറ്റ് ആണ്. തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു. തിരിച്ച് നമുക്ക് ഈ താഴെ വന്ന വഴിക്കൂടെ തന്നെ നടന്നു പോകും, അല്ലെങ്കിൽ മേളിലോട്ടൊരു മലയാണ്. ആ മല കയറി പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. നന്നായിട്ട് നമ്മൾ പണ്ട് കളിക്കുന്ന അപ്പൂപ്പൻ താടി ഊതുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം വെച്ച് കളിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് മേളിലോട്ട് കയറിപ്പോയത്. ഭയങ്കര ഡാം ഒരു നല്ല സ്ഥലം കേട്ടോ. എല്ലാവർക്കും ഒന്ന് കണ്ട് കുറച്ച് നേരം പിന്നെ നടക്കാനൊക്കെ പറ്റുന്നവരാണ് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവർക്കൊക്കെ വയ്യാണ്ടാവും. പിന്നെ ഊട്ടിയിൽ ഏത് സ്ഥലം കാണുന്നതിനും അവിടെ ചെറിയ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഏത് മലയെ കൊന്ന് എവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെ എൻട്രി ഫീസ്. ഒരിടയ്ക്ക് റീൽസിലൊക്കെ ഫേമസ് ആയിരുന്ന മസനഗുഡി വഴി ഊട്ടി, ആ വഴിക്കാട്ടോ ഞങ്ങൾ പോയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വനത്തിൻ്റെ ഉള്ളിൽ യാത്ര. പിന്നെ ഊട്ടിലേക്ക് വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഇ പാസ് എടുത്തിട്ടുണ്ടാവണം കേട്ടോ. ഇ പാസ് ഉള്ളവരെ മാത്രമാണ് അവർ ഊട്ടിയിലോട്ട് കടത്തി വിടുള്ളൂ. നീലഗിരി മൗണ്ടൈനോടുള്ള റെയിൽവേ യാത്ര നമ്മൾ മിസ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ പോകണ എല്ലാവരും ഏറ്റവും ആയി തന്നെ പോകുന്ന സ്ഥലമാണ് അത്. പക്ഷെ ഞങ്ങൾക്ക് സമയം ഉണ്ടായില്ല അതിൽ പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഇത്രയുള്ള സ്ഥലങ്ങളിലെ കൂടെയൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു. എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ തണുപ്പ് ആസ്വദിക്കണ രാത്രിയാണെന്ന് തോന്നുന്നു. രാത്രി ശരിക്കും മൈനസ് കാലാവസ്ഥയാണ്. രാവിലെ ഒരു 9 മണി കഴിഞ്ഞാൽ അവിടെ വലിയ തണുപ്പായിട്ട് തോന്നുന്നില്ല, ചെറിയൊരു ചൂടൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ.